നമ്മുടെ നാട്ടിൽ ഭീകരവാദ സംഘടനകൾ, തീവ്രവാദ സംഘടനകൾ ലോകത്തെവിടെയില്ല എന്ന അഭിപ്രായം എനിക്കില്ല. അങ്ങനെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല, വിശ്വസിക്കേണ്ട കാര്യമില്ല. ലോകത്ത് തീവ്രവാദ സംഘടനകൾ ധാരാളമുണ്ട്. പക്ഷെ തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, അവർ ഒരു കാര്യം ചെയ്താൽ, അവരൊരു ഓപ്പറേഷൻ നടത്തിയാൽ അതവർ ക്ലെയിം ചെയ്യും. അതിന്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കും. ആ ഓപ്പറേഷന്റെ, ആ സ്ഫോടനത്തിന്റെ, ആ ആക്രമണത്തിന്റെ ടാർഗറ്റ് ആരാണ് എന്നത് വ്യക്തമായിരിക്കും. എന്തിനു വേണ്ടിയാണ് അത് ചെയ്തത്, ആരൊക്കെയാണത് ചെയ്തത് എന്നത് വ്യക്തമായിരിക്കും. വ്യക്തമായിരിക്കും എന്ന് പറഞ്ഞാൽ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നടന്നു കഴിഞ്ഞാൽ തന്നെ അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ അന്തസ്സോടുകൂടി, അഭിമാനത്തോടുകൂടി അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. ഞങ്ങളുടെ ഇന്ന സഖാക്കളാണ് ഈ ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്, ഇന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി, ഇന്ന ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത് നടത്തിയിരിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കുക എന്നുള്ളത് എല്ലാ തീവ്രവാദ സംഘടനകളുടെയും തീവ്രവാദ ഓപ്പറേഷനുകളുടെയും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. നിങ്ങൾ ഏത് സംഘടനയെ എടുത്ത് പരിശോധിച്ച് നോക്കൂ, ലോകത്തെ ഏറ്റവും മികച്ച തീവ്രവാദ സംഘടനകളെ അല്ലെങ്കിൽ മിലിറ്റൻസിയെ, സായുധ പ്രവർത്തനത്തെ തങ്ങളുടെ ലൈനായി സ്വീകരിച്ച സംഘടനകൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കി. LTTE, ശ്രീലങ്കയിലെ LTTE, അല്ലെങ്കിൽ അയർലൻഡിലെ IRW, ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി, ജാപ്പാനിലെ റെഡ് ആർമി, പെറുവിലെ ഷൈനിങ് പാത്ത്, പാലസ്തീനിലെ ഹമാസ്, ലെബനോണിലെ ഹിസ്ബുള്ള, ഇവരെല്ലാം മിലിറ്ററി ഓപ്പറേഷൻ നടത്തുന്നു, സായുധ പ്രവർത്തനം നടത്തുന്നു എന്ന് പ്രഖ്യാപിച്ച ആളുകളാണ്. അവരൊരു ഓപ്പറേഷൻ നടത്തിയാൽ, ഒരു സ്ഫോടനം നടത്തിയാൽ, ഒരു ആക്രമണം നടത്തിയാൽ അവരത് പൊളിറ്റിക്കൽ അസെഷനോടുകൂടി, രാഷ്ട്രീയമായ ഉദ്ഘാടനത്തോടുകൂടി അത് തുറന്നു പ്രഖ്യാപിക്കും. അത് ആ ഓപ്പറേഷൻ നടത്തിയ ആളുകൾ ആരൊക്കെയാണ്, സഖാക്കൾ ആരൊക്കെയാണ് എന്ന് പ്രഖ്യാപിക്കും. ആ സഖാക്കളെ സല്യൂട്ട് ചെയ്യും. അവരെ ആദരിക്കുവാനുള്ള പ്രത്യേകമായ ചടങ്ങുകൾ, സെറിമോണിയൽ ഫംഗ്ഷൻസ് അവർ സംഘടിപ്പിക്കും. ഇതെല്ലാ തീവ്രവാദ സംഘടനകളുടെയും തീവ്രവാദ പ്രവർത്തനങ്ങളുടെയും പ്രത്യേകതയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പ്രത്യേകമായ രാഷ്ട്രീയ സാമൂഹിക ലക്ഷ്യത്തിനു വേണ്ടിയാണ് തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നത്. അവരുടെ ലൈൻ, അവർ ചെയ്യുന്നത് ശരിയാണോ, അവരുടെ ലക്ഷ്യങ്ങൾ ശരിയാണോ എന്നുള്ളത് വേറെ വിഷയം. ഈ തീവ്രവാദ സംഘടനയുടെ പ്രവർത്തന രീതി പറയുകയാണ്. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു. നമുക്കറിയാം, ഇന്ത്യ കണ്ട ഭീകരമായ ഒരു തീവ്രവാദ ആക്രമണമായിരുന്നു, ഭീകര സംഭവമായിരുന്നു രാജീവ് ഗാന്ധിയുടെ കൊലപാതകം. ആരാ നടത്തിയത്? വ്യക്തമാണ്, LTTE. ഞങ്ങളുടെ സഖാവ് തനുവാണ് അത് നടത്തിയത് എന്ന് പ്രഭാകരൻ പ്രഖ്യാപിക്കുന്നു. തനുവിനെ തമിഴ് നാഷണൽ ഹീറോ ആയി പ്രഖ്യാപിക്കുന്നു. തനുവിനെ സല്യൂട്ട് ചെയ്യുന്നു. എന്തിനാ തനു അത് ചെയ്തത്? IPKF എന്ന് പറയുന്ന ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ സൈനിക സംഘത്തെ രാജീവ് ഗാന്ധി ശ്രീലങ്കയിലേക്ക് അയച്ചു. അവരുടെ പണി ജമ്മു കാശ്മീരിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ സമാധാന സ്ഥാപനമാണ് എന്ന് പറഞ്ഞാൽ പട്ടാളത്തിന്റെ പണി ബലാത്സംഗം ചെയ്യാറുള്ളതാണ്. അവർക്ക് സമാധാനം കിട്ടുക അതിലൂടെയാണെന്നാണ് എന്റെ അർത്ഥം. അവിടെയുള്ള കണ്ട തമിഴ് പെൺകുട്ടികളെ മുഴുവൻ ബലാത്സംഗം ചെയ്തു. അതിൽ തനുവിന്റെ സഹോദരിയെയും ബലാത്സംഗം ചെയ്തു. തനു അന്ന് തീരുമാനിച്ചുറച്ചു, ഇത് ഞാൻ പ്രതികാരം ചെയ്യുമെന്ന്. പ്രഭാകരൻ ഒരു ചാവേറിനെ അന്വേഷിച്ച് നടന്നപ്പോ ഞാനിതാ എന്ന് വന്ന് മുന്നോട്ട് വന്ന തനു രാജീവ് ഗാന്ധിയുടെ മുമ്പിൽ മനുഷ്യ ബോംബായി പൊട്ടിത്തെറിച്ചു. ഞാൻ പറയുന്നു, പൊളിറ്റിക്കൽ ക്ലാരിറ്റിയുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാകുന്ന ഒരു ഭീകരാക്രമണമായിരുന്നു അത്. ആ കൊലപാതകത്തെ അതിന്റെ ഒരംശത്തിലും അനുകൂലിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ അനുകൂലിക്കുന്നില്ല, പിന്നീട് പ്രഭാകരൻ തന്നെ അത് തെറ്റായിപ്പോയി എന്ന് തുറന്നു പറഞ്ഞാണ്. പക്ഷെ ഞാൻ പറയുന്നത്, തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക്, അവരുടെ ഓപ്പറേഷനുകൾക്ക് ക്ലാരിറ്റി ഉണ്ടാവും, വ്യക്തത ഉണ്ടാവും. പക്ഷേ തീവ്രവാദ ആക്രമണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 10 വർഷത്തോളമായി നമ്മളുടെ നാട്ടിൽ, ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ എടുത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്കുക. ആരാണത് നടത്തിയത്? എന്തിനു വേണ്ടിയാണ് നടത്തിയത്? അതിന്റെ ടാർഗറ്റ് എന്തായിരുന്നു? അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആരും ഇതുവരെ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, തൊട്ടടുത്ത ദിവസം തന്നെ ഇന്റലിജൻസ് ബ്യൂറോയും മാധ്യമങ്ങളും സംഘ് പരിവാർ കേന്ദ്രങ്ങളും അതിന്റെ ഉത്തരവാദിത്വം ഇന്ന ആൾക്കാണ്, ഇന്ന സംഘടനയ്ക്കാണെന്ന് എളുപ്പത്തിൽ പ്രഖ്യാപിക്കും. അവരത് ഇത്ര എളുപ്പത്തിൽ പ്രഖ്യാപിക്കുന്നതിന്റെ കാരണം എന്താന്ന് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ
അവരാരിലാണോ ആരോപിക്കുന്നത് അവരിതുവരെ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല. എന്ന് മാത്രമല്ല, ഇസ്ലാമിക ഭീകരവാദികളാണ് ഈ ആക്രമണം നടത്തിയത് എന്നാണ് മാധ്യമങ്ങളും സംഘ് പരിവാറും ഭരണകൂടത്തിലൊരു വിഭാഗവും നമ്മളോട് പറയുന്നത്. പക്ഷേ ഈ ഇസ്ലാമിക ഭീകരവാദികളുടെ മുഖ്യ ശത്രു ആരാ? അതിവിടെയുള്ള സ്വാഭാവികമായും സംഘ് പരിവാറും RSSുമായിരിക്കണം. എല്ലാ ആക്രമണങ്ങളും എല്ലാ സ്ഫോടനങ്ങളും സംഘ് പരിവാറിനും RSSനും BJPക്കും രാഷ്ട്രീയമായും പ്രചരണപരമായും ഗുണകരമാകുന്ന സ്വഭാവത്തിലാണ് എല്ലാ സ്ഫോടനങ്ങളും നടന്നിട്ടുള്ളത് എന്ന് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ നടന്ന തീവ്രവാദി ആക്രമണങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഫോടനങ്ങളുടെ ആക്രമണങ്ങളുടെ ചരിത്രം അത് കേസ് സ്റ്റഡിയായി നിങ്ങൾ ഓരോന്നെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. അതിൽ ഓരോ സ്ഫോടനങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി ഈ സ്വഭാവത്തിൽ സംസാരിക്കുവാൻ കഴിയും. വളരെ പരിമിതമായ സമയത്തിൽ അതിൽ എല്ലാറ്റിലേക്കും കടക്കുവാൻ ഈ സമയം എന്നെ അനുവദിക്കുന്നില്ല.